പ്രിയൻ, ഇന്ത്യൻ സൈന്യത്തിലടക്കം പാകിസ്ഥാൻ ചാരന്മാർ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഒരാളെ ഇത് സംബന്ധിച്ച് പിടികൂടിയിട്ടുണ്ടെന്ന് പറയുന്നത് എന്താണ് അത് സംബന്ധിച്ച്? മോത്തിറാം ജാട്ട് എന്ന് പറയുന്ന CRPF-ൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ഒരാളാണ് പിടിയിലായിട്ടുള്ളത്. ഇയാളെ ഇപ്പോൾ NIA ചോദ്യം ചെയ്തു വരികയാണ്. 116-ാം ബറ്റാലിയനിൽ ഉണ്ടായിരുന്ന ആളാണിത്. പഹൽഗാം ഭീകരാക്രമണത്തിന് 6 ദിവസം മുമ്പാണ് ഇയാളെ ഈ സ്ഥലത്ത് നിന്ന് സ്ഥലം മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം, ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യൂട്യൂബർ പാകിസ്ഥാനിൽ പോവുകയും ഈ ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പ് പഹൽഗാമിൽ 3 മാസം മുമ്പ് സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇവർ ഇന്ത്യയുടെ പല ഭാഗങ്ങൾ, അതായത് ഓപ്പറേഷൻ A എന്ന് പറഞ്ഞിട്ട് ഇവർ നടത്താൻ ശ്രമിച്ചത് ഡൽഹിയിലെ ഭീകരാക്രമണമാണ്. ഡൽഹിയിൽ ഒരു ഭീകരാക്രമണം നടത്താൻ വേണ്ടിയുള്ള സകല പദ്ധതികൾ കോപ്പ് കൂട്ടിയപ്പോഴത്തേക്കും നമ്മുടെ വിദേശത്തുള്ള ഈ പറയുന്ന രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ ഏജൻസികളൊക്കെ കൂടെ ചേർന്ന് അതങ്ങ് തകർത്തു. അത് തകർത്തോടുകൂടി ഇവർക്ക് പിടിച്ചു വയ്ക്കാൻ വേറെ മാർഗങ്ങളില്ലാതെ വന്നു. ഈ മാർഗങ്ങളില്ലാതെ വന്നതോടുകൂടിയാണ് ഓപ്പറേഷൻ B ആയി കരുതിയിരുന്ന പ്ലാൻ B ആയി കരുതിയിരുന്ന പഹൽഗാമിലേക്ക് ഒരു ആക്രമണം നടത്തിയത്. ഇയാളെക്കുറിച്ച് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം ഞെട്ടിക്കുന്നതാണ്. പഹൽഗാമിൽ നിന്ന് സ്ഥലം മാറ്റിയത് 6 ദിവസം മുമ്പെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. സ്ഥലം മാറ്റത്തിന് മുമ്പ് പഹൽഗാമിലെ CRPF-ന്റെ 116-ാം ബറ്റാലിയനിലായിരുന്നു ഇയാൾ ജോലി ചെയ്യുന്നത്. 2023 മുതൽ, അതായത് കഴിഞ്ഞ 2 വർഷമായിട്ട് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഓഫീസർക്ക് വേണ്ടിയിട്ട് പല വിധത്തിലുള്ള വിവരങ്ങൾ ഇയാൾ കൈമാറിയതായിട്ടാണ് NIA പറയുന്നത്. NIA ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇന്ത്യൻ സുരക്ഷാ സേനയുടെ പ്രവർത്തന രീതിയുടെ വിശദാംശങ്ങൾ, സൈനിക നീക്കങ്ങൾ, പ്രധാന സൈനിക സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ കൈമാറിയതായിട്ടാണ് വിവരം. അറസ്റ്റിന് പിന്നാലെ ഇയാളെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഉദ്യോഗസ്ഥർ മോത്തിറാം ജാട്ടിനെ ചോദ്യം ചെയ്തു വരികയാണ്. പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജൂൺ 6 വരെ NIA കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ചാരവൃത്തി ആരോപിച്ച് 13 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നീ 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ് അറസ്റ്റുകൾ നടന്നിരിക്കുന്നത്. ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. ട്രാവൽ വിത്ത് ജോ എന്ന 3.85 ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയാണ് ജ്യോതി മൽഹോത്ര. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടക്കുന്നതിനിടെ ഇവർ പാകിസ്ഥാൻ ഏജന്റുമാരുമായി ബന്ധപ്പെട്ടിരുന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. ഗസാല, യമീൻ മുഹമ്മദ് എന്നിവരാണ് പഞ്ചാബിൽ നിന്ന് പിടിയിലായത്. പാകിസ്ഥാൻ ഏജന്റുമാർക്ക് പണത്തിന് പകരമായി വിവരങ്ങൾ പങ്കുവച്ചതായാണ് പഞ്ചാബിലെ മലേർകോട്ടിൽ നിന്നുള്ള വിവരം. 32 വയസ്സുള്ള വിധവയായ ഗസാലയെയും യമീൻ മുഹമ്മദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികൾ മുൻ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ജീവനക്കാരനായ ഡാനിഷുമായി സാമ്പത്തിക ഇടപാടുകളും വിസ സംബന്ധിച്ച പ്രവർത്തനങ്ങളും സഹകരിച്ച് പ്രവർത്തിച്ചു എന്നാണ് ആരോപണം. ഡാനിഷ് അവരെ പതിവായി കണ്ടുമുട്ടാറുണ്ടെന്നാണ് അറസ്റ്റിന് ശേഷം വെളിപ്പെടുത്തിയത്. പാകിസ്ഥാൻ വിസ ലഭിക്കാൻ ഇവരും ഡാനിഷിനെ സമീപിച്ചിരുന്നു. അങ്ങനെ ഈ പറയുന്ന വലിയ രീതിയിലുള്ള ഈ പാകിസ്ഥാനി വിസ ലഭിക്കാൻ, പാകിസ്ഥാനി ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ വിവരങ്ങൾ കൈമാറാൻ, ഇവിടുത്തെ സർക്കാർ ഓഫീസുകളിൽ ബന്ധം സ്ഥാപിക്കാനൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർ ശ്രമിക്കുന്നു. പഞ്ചാബിലെ പാട്ടിയാലയിലെ ഖൽസ കോളേജിൽ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയായിട്ടുള്ള ദേവേന്ദർ സിംഗും ഇതുപോലെ പാകിസ്ഥാന് വേണ്ടിയിട്ട് ചാരവൃത്തി നടത്തിയിരുന്നു. നോഹിൽ നിന്നുള്ള 26 വയസ്സുള്ള അർമാനാണ് ഹരിയാനയിൽ നിന്ന് ചാരവൃത്തിക്കായി അറസ്റ്റിലായ ഒരാൾ. ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ അവർ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ ഒന്നും വേണ്ട, പല വിവരങ്ങളും നമുക്ക് കിട്ടും. നമുക്ക് ഈ പറയുന്ന പ്രധാനപ്പെട്ട പോർട്ടുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലുമൊക്കെ വെസലുകൾ കാണും. അപ്പോൾ ഇതേത് വെസലാണെന്നൊക്കെ അന്വേഷിച്ച് അതിൻ്റെ വിവരങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ അങ്ങനെ 5 ഭീകരർ അല്ലെങ്കിൽ 5 ചാരന്മാർ ഇന്ത്യയിലുണ്ടെങ്കിൽ നമ്മുടെ 10 വെസലുകളുടെ വിവരം എടുക്കാനൊന്നും വലിയ പാടൊന്നുമില്ല. ഇത് പുറമേ നിന്ന് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പിടിപാടുള്ള ജ്യോതി മൽഹോത്രയെ പോലെ ഒരു യൂട്യൂബർ ആണെങ്കിൽ അവർ പറയുകയാണ്, സാർ എനിക്ക് സൈന്യവുമായിട്ട് ബന്ധപ്പെട്ട സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു തരുന്നില്ലെങ്കിൽ അതിലേക്ക് യുവാക്കളെ ആകർഷിക്കാനായിട്ടൊരു യൂട്യൂബ് വീഡിയോ ചെയ്യണം, ഞാൻ ഈ നമ്മുടെ മിലിറ്ററി ക്യാമ്പ് ഒന്ന് സന്ദർശിച്ചോട്ടെ, അതിൻ്റെ വീഡിയോകളൊക്കെ കുറച്ച് എടുക്കട്ടെ, പറ്റുന്ന മാത്രം തന്നാൽ മതി, അല്ലാതെ വിശദാംശങ്ങളൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊരു കയ്യിലൊരു ചെറിയ ഗോപ്രോയോ അല്ലെങ്കിൽ ഒരു ഹിഡൻ ക്യാമറയോ ഒക്കെ എവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയ സ്പോട്ടഡ് ക്യാമറാസ് ഉണ്ട്, സ്പോട്ട് ക്യാമറ എന്നൊക്കെ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വെറുതെ എവിടെയെങ്കിലും കുത്തി വെച്ചിരുന്നാൽ മതി. അത് 1-2 മണിക്കൂറൊക്കെ പരമാവധി ക്യാപ്ചർ ചെയ്യാൻ, അല്ലെങ്കിൽ മിനിമം അരമണിക്കൂറെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് ഈ പറയുന്ന പ്രദേശങ്ങളൊക്കെ കൃത്യമായിട്ട് ആളാക്കുക. ഈ പറയുന്ന പെൺകുട്ടികളാകുമ്പോഴത്തേക്ക് ഈ ഉദ്യോഗസ്ഥരെയൊക്കെ ചാക്കലാക്കുക ഇത്തിരി കൂടി എളുപ്പമാണ്, സൗഹൃദം സ്ഥാപിക്കാനൊക്കെ. അങ്ങനെയൊക്കെ ഇടപെട്ട് ഈ പറയുന്ന പല രഹസ്യങ്ങളും ചോർത്തിയെടുത്ത് അയച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന വിഷയങ്ങൾ. ഈ പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു അസൈൻമെൻറ്റിൻ്റെ ഭാഗം, ഇല്ലെങ്കിൽ ഒരു ഡെസർട്ടേഷൻ്റെയോ പ്രോജക്റ്റിൻ്റെയോ ഭാഗം എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് കടന്നു എല്ലാം കഴിയും. ഒരാൾ ഡൽഹിയിൽ എന്തോ തൊഴിലന്വേഷകനായിട്ട് എന്നിട്ട് ഇന്ത്യയുടെ ഈ മിലിറ്ററി എക്സിബിഷനൊക്കെ നടക്കുമല്ലോ, അപ്പോൾ അവിടുത്തെ ഫുള്ള് ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ എൻ്റെ ഒരു പഴയ സുഹൃത്തായിട്ടുള്ള ഒരു IFS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം
ട്രെയിനിങ് ഘട്ടത്തിൽ സിവിൽ സർവീസ് ആസ്പിറൻ്റായ സമയത്തുണ്ടായിരുന്ന സൗഹൃദം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ പറയുന്ന IFS കിട്ടി ഈ പറയുന്ന പാർലമെൻറ്റ് ഈ പറയുന്ന ഡൽഹിയിലെ ഈ റെഡ് ഫോർട്ടിനകത്തുള്ള ഓഫീസിനകത്ത് പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഓഫീസിനകത്ത് പോകുമ്പോൾ ഇവർക്ക് ഒരിക്കൽ പോകുമ്പോഴത്തേക്ക് വലിയ ഓഫീസാണ്, പല സ്ഥലവും ഒരുപോലെയൊക്കെ ഇരിക്കും. അപ്പോൾ വഴി തെറ്റി ഇവർ ഈ പറയുന്ന ഡിഫൻസ് മിനിസ്ട്രിയുടെ ആ ഭാഗത്തേക്ക് പോയി. അവിടേക്ക് ചെന്നപ്പോഴത്തേക്കും കൃത്യമായിട്ട് ഗാർഡ്സ് വന്നിട്ട് തടഞ്ഞിട്ട് പറയും ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവർ ഡിപ്ലോമാറ്റ്സ് ആണ്, ഇല്ലെങ്കിൽ IFS ഉദ്യോഗസ്ഥരാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇവരടുത്ത് പറഞ്ഞാൽ ഇവിടെ അല്ല ഇത്. അവർ പോയപ്പോഴത്തേക്കും മൊത്തം ഈ ചുവരിലൊക്കെ ഈ പറയുന്ന ഡിഫൻസിൻ്റെ ഫോട്ടോസൊക്കെ ആയിരുന്നു, നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ ഈ ഉപകരണങ്ങളുടെയൊക്കെ ഫോട്ടോസ്. അത് ഈ നമ്മുടെ സാധാരണ പരസ്യത്തിന് വേണ്ടി പ്രചരണത്തിന് വേണ്ടിയിട്ടൊക്കെ വയ്ക്കേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇവർ കണ്ടപ്പോൾ മനസ്സിലായി ഏരിയ മാറി, ഇവർ പോകേണ്ട സ്ഥലമല്ല ഈ ലൊക്കേഷൻ എന്നുള്ള. ഓഫീസിനകത്ത് വലിയ ഓഫീസാണല്ലോ അത്, ചെങ്കോട്ടയ്ക്ക് സമീപത്തുള്ള ഓഫീസ്. അപ്പോൾ ഇവർ ഈ പറയുന്ന മിനിസ്ട്രികളുടെയൊക്കെ ഓഫീസ് ഇരിക്കുന്ന അവിടെ. അപ്പോൾ അവിടെ ഉള്ളായിരുന്ന ഗാർഡ്സിനെ മനസ്സിലായി, കാരണം ID കാണുമ്പോൾ മനസ്സിലാവും ഇവർ ഇന്ന വിഭാഗത്തിൽപ്പെട്ട IFSകാരാണെന്ന്, അല്ലെങ്കിൽ ആളുടെ സർവീസിലോ ഫോറിൻ സർവീസിലോ ഒക്കെ ഉള്ളവരാണെന്ന് മനസ്സിലാവും. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ സാർ ഇതല്ല സ്ഥലം, നിങ്ങൾ വേറെ വഴിക്കാണ്. അവർ കൊണ്ടാക്കി പറഞ്ഞിടും. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ IFSകാരായിട്ടുള്ള IAS ആയാലും IPS ആയാലും പോലും നിയന്ത്രണമുണ്ട്. എല്ലാവർക്കും എല്ലാ മേഖലയിലും കടന്നു ചെല്ലാൻ കഴിയില്ല. പക്ഷേ അതിനെയൊക്കെ കടത്തിവെട്ടി സ്വാധീനിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് ചാരന്മാരായി നിയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ജ്യോതി മൽഹോത്രയെ പോലുള്ള ഈ പെൺകുട്ടികളെ സുന്ദരിമാരെ മൽഹോത്രയുടെ തമ്പൊക്കെ കാണണം, ഇത്തിരി മസാല ഇത്തിരി കൂടുതലാണ്. മസാല കൂടുതൽ. അവ ഇത്തിരി ഡ്രസ്സൊക്കെ ആ രീതിയിലൊക്കെ ധരിച്ചിട്ടൊക്കെയാണ് ഇവർ ഈ പറയുന്ന പരിപാടികളെല്ലാം നടത്തിയിരുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഈ പറയുന്ന ഇല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചാരവൃത്തി ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യ വിശ്വസിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ജോലി ഏൽപ്പിക്കുന്ന ആൾക്കാർ. അതാരൊക്കെയാണ്? പോലീസ് ഉദ്യോഗസ്ഥർ, ഈ പറയുന്ന അർദ്ധസൈനിക വിഭാഗത്തിലുള്ളവർ, ഇല്ലെങ്കിൽ ISR പോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ഇല്ലെങ്കിൽ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഓഫീസർമാർ, ഇല്ലെങ്കിൽ അതിലൊക്കെ വർക്കിൻ്റെ ഭാഗമായിട്ടുള്ളവർ. ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചോർത്താൻ കഴിയും. ആ തരത്തിലൊക്കെ ഈ ചാരവൃത്തി നടക്കുന്നുണ്ട്. ഈ പഞ്ചാബ് മേഖലകളിലേക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്ന് ഇടവയായിട്ടുള്ള ആൾക്കാരുണ്ട്. മയക്കുമരുന്ന് ഈ ഡ്രഗ് അബ്യൂസ് ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന പഞ്ചാബ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ യുവാക്കളെയൊക്കെ സ്വാധീനിക്കാൻ എളുപ്പം. ഒരിടത്ത് ഡ്രഗ്സൊക്കെ അടിക്കുന്ന ഡിഫൻസ് വിഭാഗത്തിൽ റിസർച്ച് വല്ലതും ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ വളരെ എളുപ്പമല്ലേ അവനെ ഉപയോഗിക്കാൻ, യൂട്ടിലൈസ് ചെയ്യാൻ അവൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ സർക്കാർ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം സെൻസിറ്റീവായിട്ടുള്ള മേഖലയിലേക്ക് എന്ത് കാരണം പറഞ്ഞും കടന്നു വരുന്ന സിവിലിയന്മാരെയും അനാവശ്യമായിട്ട് അവനെ ഏൽപ്പിക്കുന്ന ജോലി അല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഈ പറയുന്ന ഉദ്യോഗസ്ഥരെയും കൃത്യമായി നിരീക്ഷിക്കുക, അവരുടെ കോൺടാക്റ്റുകൾ നോക്കുക, അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ നിരീക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന അമേരിക്കയിലൊക്കെ ഈ പറയുന്ന സൈനിക ഉദ്യോഗസ്ഥർക്കൊക്കെ കൊടുക്കുന്ന മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ആപ്പിളിൻ്റെയൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് അത് ക്യാമറ ഉണ്ടാവില്ല, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ആണ്, അത് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഡിഫൻസിന് വേണ്ടിയിട്ട് അത്തരം മൊബൈലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളല്ലാതെ മറ്റേതെങ്കിലും തരത്തിൽ ഇവരുടെ സോഷ്യൽ മീഡിയ, ഒരു പട്ടാളക്കാരൻ എന്തിനാണ് അവൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യസേവനം. ആ സേവനം കഴിയുന്നത് വരെ, അവൻ്റെ ആ കാലാവധി കഴിയുന്നവരെ അവൻ്റെ സോഷ്യൽ മീഡിയ ഒന്നും വേണ്ടെന്നേ. അവർ ഉയർന്ന ശമ്പളം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യത്തെ സേവിക്കാനാണ്, മറ്റൊരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവന് വേണ്ട സകല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അവന് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഈ പറയുന്ന യാത്രാ സൗകര്യം കിട്ടുന്നു. അവൻ്റെ കുടുംബത്തിന് മിലിറ്ററി ക്യാൻറ്റീനുകൾ കൊടുക്കുന്നു, അവിടെ നല്ല ഫെസിലിറ്റി കൊടുക്കുന്നു. ആർമി പബ്ലിക് സ്കൂളുകൾ, ഇപ്പോൾ പറയുന്ന സൈനിക് സ്കൂളുകൾ, ഈ പറയുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങൾ, ഇതെല്ലാം അവൻ്റെ കുടുംബത്തിന് വേണ്ടി കൊടുക്കുന്നു. ക്വാർട്ടേഴ്സുകൾ കൊടുക്കുന്നു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അവൻ ഇത്തരത്തിലുള്ള മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടും പോകുന്നവരുണ്ടെങ്കിൽ കർശനമായ നിരീക്ഷണത്തിലാക്കി ഇതുപോലെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ട് ജയിലിലേക്ക് അയക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.